റിലയൻസ് പവർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട 10 ഇടങ്ങളിലാണ് ഇപ്പോൾ ED റെയ്ഡ് ഒരേ സമയം നടക്കുന്നത്. ബൽറാം നെടുങ്ങാടി ടെലിഫോണിലുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ. അനിൽ അംബാനിക്കെതിരെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുകയാണ്. റിലയൻസ് പവർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുംബൈയും ഡൽഹിയും അടക്കം 10 ഇടങ്ങളിൽ ഒരേ സമയം ED റെയ്ഡ് നടത്തുകയാണ്. നേരത്തെ കഴിഞ്ഞ മാസം അനിൽ അംബാനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെയും റെയ്ഡ് നടത്തിയിരുന്നു. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലായിരുന്നു റെയ്ഡ് നടത്തിയത്. തുടർന്ന് 3700 കോടിയോളം രൂപ വില വരുന്ന വസ്തുക്കൾ, ഇദ്ദേഹത്തിന്റെ സ്വത്ത് വകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു. ചോദ്യം ചെയ്യലിനായി 2 തവണ ED സമൻസ് അയച്ചിരുന്നെങ്കിലും അനിൽ അംബാനി ഹാജരായിരുന്നില്ല. തുടർന്നാണ് കണ്ടുകെട്ടൽ നടപടി അടക്കമുള്ള നടപടികളിലേക്ക് ED കടന്നത്. എന്തായാലും റിലയൻസ് പവർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ റെയ്ഡ് എന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. നിർണായക രേഖകൾ ഇതിനകം തന്നെ കണ്ടെടുത്തതായും ED വൃത്തങ്ങൾ അറിയിക്കുന്നു. എന്തായാലും റെയ്ഡ് പൂർത്തിയാക്കിയ ശേഷം പൂർണ്ണ വിവരങ്ങൾ പങ്കുവയ്ക്കും എന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.